I am feeling happily. I am feeling happy. ഇനി നമ്മൾ പറയും ഈ രണ്ട് സെന്റൻസ് നിങ്ങളൊന്ന് നോക്കണേ. എന്താ ഞാൻ ആദ്യം പറഞ്ഞത്? ഐ ആം ഫീലിംഗ് ഹാപ്പിലി. ആം ഫീലിംഗ് ഹാപ്പി. ഇതിലേത് സെന്റൻസാ ശരി? ഇതിലേതാ? എന്താണ് ഇതിനകത്ത് പ്രശ്നം വന്നത്? ഹി റൺസ് ഫാസ്റ്റ്ലി. ഹി റൺസ് ഫാസ്റ്റ്. ഇതിലെന്താ പ്രശ്നം? ഇതിലേതാ ശരി? ഇതൊക്കെ നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് അറിയേണ്ടതാണ് അഡ്ജക്റ്റീവും ആഡ്വേർബും എന്താണ് എന്നുള്ളത്. അഡ്ജക്റ്റീവ് എന്താണ്, ആഡ്വേർബ് എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഞാൻ പറഞ്ഞ ഈ സെന്റൻസിലെ തെറ്റെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ആഡ്വേർബ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ആഡ്വേർബ്? വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ആഡ്വേർബ്. ദാ ലിങ്ക് ഇവിടെ വന്നു കഴിഞ്ഞു, നിങ്ങൾ കേൾക്കണം. ഇനി ഞാൻ അതിൻ്റെയൊക്കെ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൗൺ എന്താണെന്ന്. നൗൺ എന്താണ്? ഇതാ ലിങ്ക് വന്നു കഴിഞ്ഞു, നൗണും പഠിക്കാം. നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ്. ഓർത്ത് വെക്കുക. വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആഡ് വേർബ്. അതിൽ തന്നെ വേർബ് എന്നുണ്ട്. ആഡ്വേർബ് വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അഡ്ജക്റ്റീവ്. ക്ലിയർ ആയോ? ഇപ്പോൾ നിങ്ങൾ ഓർക്കും ഈ സ്പോക്കൺ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിക്കാൻ എന്തിന് ഈ ആഡ്വേർബും അഡ്ജക്റ്റീവും ഒക്കെ പഠിക്കുന്നു എന്ന് ചിന്തിക്കും. അഡ്ജക്റ്റീവും ആഡ്വേർബും ഒന്നും അറിയില്ലാതെ നമുക്കൊരു ഇംഗ്ലീഷ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ ശരി ഏതാ തെറ്റ് എന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ പോയതിന്റെ കാരണവും അത് തന്നെയാണ്. എന്ത്? നമുക്ക് അഡ്ജക്റ്റീവ് ഏതാണ്, അഡ്ജക്റ്റീവ് എങ്ങനെ ഉപയോഗിക്കണം, ആഡ്വേർബ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു. അതാണ്. അപ്പൊ നമ്മൾ ആഡ്വേർബ് എന്താണെന്ന് പഠിച്ചു, നൗൺ എന്താണെന്ന് പഠിച്ചു, വേർബ് എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ്. എന്ത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഷീ ഈസ് എ ഗേൾ. അവള് ഒരു പെൺകുട്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞത് ഷീ ഈസ് എ ഗേൾ, അവള് ഗേൾ ആണെന്ന് പറഞ്ഞു. ഇതിൽ ഷീ എന്താണ്? സബ്ജക്റ്റ് ആണ്. ഈസ് എന്താണ്? ഓക്സിലറി ആണ്. എ എന്താണ്? ആർട്ടിക്കിൾ ആണ്. ഗേൾ എന്താണ്? നൗൺ ആണ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ ഇതിൽ ഏതാണ് അഡ്ജക്റ്റീവ്? ഇതിൽ നമ്മൾ അഡ്ജക്റ്റീവ് ഇനി കൊടുക്കാൻ പോവാണ്. ഷീ ഈസ് എ സ്മാർട്ട് ഗേൾ. അവൾ എങ്ങനത്തേതാണ്? സ്മാർട്ട് ആണ്. ഈ സ്മാർട്ട് എന്നുള്ളതാണ് എന്ത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുമല്ല. അവള് മിടുക്കിയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അവൾ എങ്ങനെയാണ്? മിടുക്കിയാണ്. അവിടെയാണ് നമ്മൾ സ്മാർട്ട് ഉപയോഗിച്ചത്. അതുകൊണ്ട് അതെന്താണ്? അഡ്ജക്റ്റീവ് ആണ്, ആഡ്വേർബ് അല്ല. ക്ലിയർ ആയോ? ദിസ് ഈസ് എ ഹൗസ്. ഇതൊരു ഹൗസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ കേൾക്കുന്ന ആ ആള് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് അത് എങ്ങനത്തെ ഹൗസ് ആണ്? അപ്പൊ ഞാൻ പറയാം ദിസ് ഈസ് എ സ്മോൾ ഹൗസ്. അതൊരു ചെറിയ വീടാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ വീട് എങ്ങനത്തെയാണെന്നാണ് ഞാൻ പറഞ്ഞത്? സ്മോൾ ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ബിഗോ എന്തോ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ സ്മോൾ എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. അതാണ് അഡ്ജക്റ്റീവ്, അത് ആഡ്വേർബ് അല്ല. അപ്പൊ നമ്മൾ ഹൗസിനെയാണ് എങ്ങനത്തേതെന്ന് പറഞ്ഞത്? സ്മോൾ എന്ന് പറഞ്ഞു. അല്ലാണ്ട് നമ്മൾ അവിടെ വേർബിനെ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഒരു 1-2 സെന്റൻസ് ഇപ്പോൾ തരാം. നിങ്ങൾ അതൊന്ന് അഡ്ജക്റ്റീവ് ആണോ ആഡ്വേർബ് ആണോ എന്നൊന്ന് പറയണേ. ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി. അഡ്ജക്റ്റീവ് ആണോ ആഡ്വേർബ് ആണോ? ആഡ്വേർബ് ആണ്. കാര്യം എന്താണ്? ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി. അവള് പാടുന്നു ബ്യൂട്ടിഫുള്ളി എന്നാണ് നമ്മൾ പറഞ്ഞത്. നന്നോണം പാടാറുണ്ട്, നന്നോണം പാടുന്നു എന്നാണ്. ഈ ബ്യൂട്ടിഫുള്ളി എന്ന് ഉപയോഗിച്ചത് നമ്മൾ എന്തിനെയാണ്? ഷീനെ അല്ല നമ്മൾ ഉപയോഗിച്ചത്. ഷീ അല്ലെങ്കിലും അത് എന്താണ് അവിടെ? അത് സബ്ജക്റ്റ് ആണ്. സിങ്സ് വേർബിനെയാണ് നമ്മൾ ബ്യൂട്ടിഫുള്ളി എന്ന് പറഞ്ഞത്. അത് എന്താണ് അവിടെ? ആഡ്വേർബ് ആണ്, അത് അഡ്ജക്റ്റീവ് അല്ല. ഹി റൺസ് ഫാസ്റ്റ്. ഹി റൺസ് ഫാസ്റ്റ് എന്താണത്? അത് ആഡ്വേർബ് ആണ്. കാര്യം ഓടുക എന്ന പ്രവൃത്തി എങ്ങനെ ഓടി എന്നുള്ളതാണ് നമ്മൾ നോക്കിയത് അല്ലെ. അപ്പൊ അതെന്താണ്? എങ്ങനെയാണ് ഓടിയത്? ഫാസ്റ്റ് ആയിട്ടാണ് ഓടിയത്. അപ്പൊ അതെന്താണ്? ആഡ്വേർബ് ആണ്. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ ഞാൻ പറയുന്ന സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഹി ഈസ് എ ഫാസ്റ്റ് റണ്ണർ. ശ്രദ്ധിക്കൂ. ഹി ഈസ് എ ഫാസ്റ്റ് റണ്ണർ. അപ്പൊ നിങ്ങൾ ആ സെന്റൻസ് ശ്രദ്ധിച്ചല്ലോ. അടുത്തത് ഹി റൺസ് ഫാസ്റ്റ്. ഹി ഈസ് എ ഫാസ്റ്റ് റണ്ണർ.
ഹി റൺസ് ഫാസ്റ്റ്. ഇവിടെ നമ്മളൊരു ഫാസ്റ്റ് എന്നുള്ള വാക്ക് 2 സെന്റൻസിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ഹി ഈസ് എ ഫാസ്റ്റ് റണ്ണർ. ഇവിടെ ഈ ഫാസ്റ്റ് എന്താണ്? അഡ്ജക്റ്റീവ് ആണോ ആഡ്വേർബ് ആണോ? അവൻ നല്ലൊരു സ്പീഡിൽ ഓടുന്ന ഓട്ടക്കാരനാണ്. റണ്ണറാണ്. അപ്പൊ അതെന്താണ്? നൗൺ ആണ്. അപ്പൊ ആ ഫാസ്റ്റ് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഹി റൺസ് ഫാസ്റ്റ് എന്നുള്ള, അവൻ ഓടുന്നത് എങ്ങനെയാണ്? ഫാസ്റ്റ് ആണ്. അതെന്താണ്? ആഡ്വേർബ് ആണ്. അതായത് ചില വാക്കുകൾ അഡ്ജക്റ്റീവ് ആയിട്ടും ആഡ്വേർബ് ആയിട്ടും ഒരേപോലെ പ്ലേ ചെയ്യും. ചില വാക്കുകൾ അത് ഓർത്ത് വെക്കുക. ഈ നമ്മൾ ഫാസ്റ്റ് എന്ന് പറയുന്നത് ആഡ്വേർബ് ആയിട്ട് മാത്രം പഠിച്ചു വെച്ചാൽ അത് ആഡ്വേർബ് മാത്രമായിരിക്കില്ല, അത് ചില സെന്റൻസുകളിൽ അഡ്ജക്റ്റീവ് ആയിരിക്കും. കാരണം ഇവിടെ റണ്ണർ എന്ന് പറയുന്ന ഓട്ടക്കാരനാണ്. ഈ ഓട്ടക്കാരൻ എന്താണ്? നൗൺ ആണ്. അപ്പൊ ഈ നൗണിന് നമ്മൾ ഫാസ്റ്റ് കൊടുത്തപ്പോൾ അതെന്തായി മാറി? അഡ്ജക്റ്റീവായി മാറി. നമ്മൾ ഓടുക എന്ന പ്രവൃത്തിക്ക് ഫാസ്റ്റ് കൊടുത്തപ്പോൾ അതെന്തായി? ആഡ്വേർബ് ആയിട്ട് മാറി. അപ്പൊ അഡ്ജക്റ്റീവും ആഡ്വേർബും ഇനി നിങ്ങൾക്ക് മാറിപ്പോവോ? മാറിപ്പോകരുത്. പിന്നെയും ഒരു ട്രിക്ക് എന്ന പോലെ നമുക്ക് പറയാം, ആഡ്വേർബ് വരുന്നതെല്ലാം എന്തായിരിക്കാം? അതിന്റെ ഒരു അറ്റത്ത് ഒരു LY വരും കേട്ടോ. അത് എല്ലായിടത്തും അങ്ങനെ ആകണമെന്നില്ല, എങ്കിൽ പോലും നമുക്ക് അവിടെ LY വരും എന്നൊന്ന് മനസ്സിലൊന്ന് നിങ്ങൾക്ക് കരുതി വെക്കാം. അതായത് ഷീ സിങ്സ് വെരി ബ്യൂട്ടിഫുൾ. അത് ശരിയല്ല. അതെന്താണ്? ഷീ സിങ്സ് വെരി ബ്യൂട്ടിഫുള്ളി. ഈ ബ്യൂട്ടിഫുള്ളി അവിടെ എന്താണ്? ആഡ്വേർബ് ആണ്. ഷീ സിങ്സ് വെരി ബ്യൂട്ടിഫുൾ എന്നല്ല, ഷീ സിങ്സ് വെരി ബ്യൂട്ടിഫുള്ളി. അവിടെ നമ്മൾ എന്ത് ചേർത്തു? LY ചേർത്തു. പക്ഷെ ഇങ്ങനെ പറയുക, ഹി റൺസ് വെരി ഫാസ്റ്റ്ലി ഇല്ല, ഹി റൺസ് വെരി ഫാസ്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, LY ചേർക്കൂന്ന് ഞാൻ പറഞ്ഞാലും അതൊന്ന് മനസ്സിൽ കരുതി വെക്കൽ മാത്രമേ ഉള്ളൂ. ഹി റൺസ് വെരി ഫാസ്റ്റ്ലി എന്നില്ല, ഫാസ്റ്റ് ഓർത്ത് വെക്കുക. ഫാസ്റ്റ് അവിടെ എന്തായി മാറി? അവിടെ ആഡ്വേർബ് ആണ്. ഷീ ഡിഡ് ദ വർക്ക് പെർഫെക്റ്റ്ലി. അവിടെ പെർഫെക്റ്റ്ലി എന്താണ്? ആഡ്വേർബ് ആണ്. ആ ജോലി എങ്ങനെയാണ് ചെയ്തത്? പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തത്. അപ്പൊ ഷീ ഡിഡ് ദ വർക്ക് പെർഫെക്റ്റ്ലി ആണ് ചെയ്തത്. ഇതെല്ലാം നിങ്ങൾ ഓർത്തു വെക്കുക, ഇതെല്ലാം ആഡ്വേർബ് ആണ്. ഇനി ഷീ ഈസ് എ കെയർഫുൾ ഡ്രൈവർ. ഇവിടെ കെയർഫുൾ എന്താണ്? അഡ്ജക്റ്റീവ്. ശ്രദ്ധയുള്ള ഒരു ഡ്രൈവറാണ്. ഷീ ഈസ് എ കെയർഫുൾ ഡ്രൈവർ. അവിടെ കെയർഫുൾ എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഡ്രൈവറിനെയാണ് നമ്മൾ വിശേഷിപ്പിച്ചത്. ദേ ആർ ഹാപ്പി ടുഡേ. ഇവിടെ ഹാപ്പി എന്താണ്? അഡ്ജക്റ്റീവ് കാണാം. അവർക്ക് ഇന്ന് സന്തോഷമാണ്. ദേ ആർ ഹാപ്പി ടുഡേ. അപ്പൊ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മൾ ഈ പറഞ്ഞ ടിപ്പില് ചില വാക്കുകൾ അഡ്ജക്റ്റീവ് ആയിട്ടും ആഡ്വേർബ് ആയിട്ടും പ്ലേ ചെയ്യാറുണ്ട്, ഒരു കാര്യം. ഇനി മറ്റൊരു കാര്യം, ആഡ്വേർബ് ആണെങ്കിൽ അതിൽ കൂടുതലും LY വരും. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ആഡ്വേർബും അഡ്ജക്റ്റീവും നമ്മൾ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് അഡ്ജക്റ്റീവ് എന്നും വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് ആഡ്വേർബ് എന്നും ആണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? നിങ്ങൾക്ക് ഇനി ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും സംശയം വരരുത്. നിങ്ങൾ ഇനി തെറ്റ് സംസാരിക്കുകയും ചെയ്യരുത് കേട്ടോ. കാരണം എന്താ? ഈ അഡ്ജക്റ്റീവ് എന്തിനാ, ആഡ്വേർബ് എന്തിനാ പഠിക്കുന്നേ എന്നുള്ള ചിന്ത ഇനി നിങ്ങൾക്ക് മാറിയില്ലേ? നമ്മുടെ സെന്റൻസുകൾ കൂടുതലും തെറ്റുന്നതിന്റെ കാരണം ഇത് അറിയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേൾക്കുക കേട്ടോ. നമ്മൾ മെയ് 10 തീയതി മുതൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ നമ്പർ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.